സകല ജീവരാശികളിൽ നിറഞ്ഞ ആ ശിവഭഗവാനെ വണങ്ങാമോ എന്നുള്ള ഒരു ചോദ്യം, അത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്കതങ്ങനെയാണ് പറയാനുള്ളത്. എല്ലായിടങ്ങളിലും ശിവഭഗവാനെ കാണാൻ പറ്റും. അതിൽ നമ്മുടെ പൂജാ റൂമിൽ ഭഗവാനെ വെച്ച് വണങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാമേ നമ്മൾക്ക് നല്ലപടിയായിട്ട് നടക്കും. ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ശിവഭഗവാനെ നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോഴാണ് നമ്മൾ ശിവം ആരാണെന്നുള്ള ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. നാം ആര് എന്ന ഒരു സത്യത്തെയും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ അതൊരു ശിവഭക്തിയുടെ തുടക്കമാണത്. നമ്മളിൽ നാം പോലും അറിയാതെ അങ്ങനെയൊരു സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴേ ആരംഭിച്ചു കൊള്ളണം നമ്മളിൽ കരുണയുണ്ടാവുന്നു. അതിലൂടെ ആ ശിവഭഗവാൻ നമ്മളെ ഉൾക്കൊള്ളുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ തുടങ്ങുമ്പോൾ സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ നമുക്ക് ആരംഭിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതേപോലെ എല്ലാവരും ഓരോരുത്തരും അങ്ങനെ ആ മാറ്റം സംഭവിക്കുമ്പോൾ ഈ ലോകം വളരെ സുഭിക്ഷമാകുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അമ്പലത്തിൽ ചെന്ന് ശിവനെ വഴിപെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും കിട്ടും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവിടം കൊണ്ട് മാത്രം ഒതുങ്ങരുത്. അവിടെ മാത്രമാണ് ഭഗവാൻ എന്ന് ചിന്തിക്കരുത്. അതാണ് തെറ്റ്. എല്ലായിടത്തിലും ഭഗവാന്റെ സാമീപ്യമുണ്ട്, എല്ലാവരിലും ശിവാംശമുണ്ടെന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് ആ ശിവഭക്തിയിലേക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് ആര് പറയുന്നതും കേട്ട് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭയപ്പെടുന്നവരാണ് മറ്റുള്ളവരോട് പറയുന്നത്, അയ്യോ അത് ശിവഭഗവാനെ പ്രാർത്ഥിക്കരുതേ, നിനക്ക് കഷ്ടം വരും എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ശിവം എല്ലായിടത്തിലും നിറഞ്ഞു കാണുന്നത് കൊണ്ട് ആ പരമ്പൊരുളിനെ ഉണരാനുള്ള ശ്രമം എല്ലാവരിലും ഉണ്ടാകണം. വീട്ടിൽ ശിവത്തെ വെച്ച് വഴിപെടാമോ എന്ന് ചോദിച്ചാൽ അതെല്ലാവർക്കും ആ ഭാഗ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ ആരാണോ ഒരാൾ ശിവത്തെ മനസ്സാലെ സ്നേഹിക്കുന്നത്, ഒരാൾ ശിവനെ മനസ്സോടെ ദൈവമായി ഏറ്റെടുക്കുന്നവർ, അവർക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടാവുള്ളൂ. അതും അവരായിട്ട് ഉൾക്കൊണ്ടില്ലെങ്കിൽ പോലും അവരിൽ ഒരു സ്നേഹവും കരുണയും ഉള്ള ഒരു ആളാണെങ്കിൽ ഭഗവാനെ വന്ന് അവരെ തേടി വന്ന് തിരഞ്ഞെടുക്കും. നീ എൻ്റെ ഭക്തനാകുക എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഞാൻ എന്നെ തന്നെ വലിയ ഉയർത്തി പറയുകയല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിഞ്ഞ വീഡിയോയിൽ, ഈ കൊറോണ സമയത്താണ് ആ നേഴ്സിൻ്റെ കയ്യിൽ ആ ഭഗവാന്റെ ഫോട്ടോ കൊണ്ട് തന്നതുകൊണ്ടാണ് എനിക്ക് ഭഗവാൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അല്ലാതെ ഞാൻ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കുമെന്നല്ലാതെ എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ആ സമയത്ത്, അപ്പോൾ അതിന് മുമ്പേ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എന്നെപ്പറ്റി ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ ആദ്യത്തെ പകുതി എടുത്ത് ഞാൻ കിളികൾക്കും പറവകൾക്കും, അണ്ണൻ വരും, പ്രാവ്, കുരുവി, അങ്ങനെ എല്ലാ പക്ഷികളും അവിടെ വരും. അവർക്കെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി എച്ചിൽപ്പെടാത്ത കാക്ക വരും. എച്ചിൽപ്പെടാത്ത ഭക്ഷണം അവർക്ക് കൊടുക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ ഞാൻ ആ ഒരു കർമ്മം ചെയ്യുന്നത്. അതിനകത്തുനിന്ന് അവർക്കത് ഭക്ഷണം കൊടുത്താൽ എനിക്ക് വലിയ ഇതുകൊണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല. പക്ഷേ അതുങ്ങളത് കഴിച്ച് കാണുമ്പോൾ ആ വെള്ളം കുടിക്കുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിനുള്ളിലൊരു സന്തോഷം, അത് ഞാൻ അനുഭവിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതൊരു പ്രകൃതിക്ക് നമ്മൾ ചെയ്യുന്ന സേവനമാണത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളാണതൊക്കെ. അതിൻ്റെ ഫലമെന്ന് പറയുന്നതാണ് ഞാൻ ആ കൊറോണ സമയത്ത് അനുഭവിച്ചത്. ധർമ്മം തലയെ കാക്കുമെന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന്. അപ്പോൾ ഭഗവാൻ എനിക്ക് വന്ന് എൻ്റെ ശ്വാസമായിട്ട് എന്നിലേക്ക് വന്ന് എന്നെ ആ മന്ത്രജപത്തിലൂടെ എനിക്ക് ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ അതുമുതൽ ഞാൻ വീണ്ടും ഒരുപാട് പ്രകൃതിയെ സ്നേഹിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓരോ യൂട്യൂബിലൊക്കെ നോക്കി ധ്യാനത്തിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ച് ഒടുവിൽ ഞാൻ VMC മെഡിറ്റേഷനിലേക്ക് വന്നത്. ആ മെഡിറ്റേഷനിലാണ് ഞാൻ ആരാണ്, എൻ്റെ ജോലി എന്താ, എൻ്റെ കർത്തവ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ പറയേണ്ടത് ശിവഭഗവാനെയാണ് ഞാൻ പറയേണ്ടത്, ശിവഭഗവാനെ പറ്റിയാണ് ഞാൻ എല്ലാവരോടും പറയേണ്ടത് എന്ന് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എന്നെ ഉണർത്തിച്ചു തരികയായിരുന്നു പ്രപഞ്ചം. അങ്ങനെയാണ് ഞാൻ ശിവനെ പറ്റിയും ശിവഭഗവാനെ പറ്റിയുള്ള വീഡിയോകളെല്ലാം ഇടാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കും
അത് സാധിക്കും. ജീവിതത്തിൽ എന്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും അവിടെയൊന്നും തളർന്നു പോകാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയായിട്ട് ശിവഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. അതാണ് സത്യം. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സത്യമാണത്. അപ്പോൾ ശിവനെ സ്മരിക്കുന്നവർ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സംസാരങ്ങൾക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അങ്ങനെ ആ മുൻതൂക്കം കൊടുക്കുന്നവരുടെ കയ്യിൽ ശിവഭഗവാന്റെ ഒരടയാളങ്ങളും ഉണ്ടാവില്ല. എന്താണ് ശിവഭഗവാന്റെ അടയാളങ്ങളെന്ന് ചോദിച്ചാൽ സ്നേഹം, കരുണ, നിസ്വാർത്ഥമായ സ്നേഹം, ഇതെല്ലാമാണ്. അതൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. കാരണം അവർ അപ്പോൾ ഭഗവാനോട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാൻ മാത്രമായിരിക്കും ആ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സോടെ ആ ശിവത്തെ ഉൾക്കൊള്ളുമ്പോൾ ആരുടെ വാക്കിന് നമ്മൾ മുഖ്യത്വം കൊടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ ഉടനെ അതൊരു പരിഹാരം ചെയ്ത് അത് മാറ്റാനോ ഒന്നിനും നിൽക്കില്ല. അത് വന്നത് ഭഗവാൻ തന്നത് അത് സഹിക്കുക, ഭഗവാൻ കൂടെ നിന്ന് അതൊരു നല്ല വഴിക്ക് തിരിച്ചു വിടുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറാൻ അവർക്കത് പറ്റും. അല്ലാത്തവർ ഇതിനകത്തൊന്നും എനിക്ക് ആ കഷ്ടം വരരുത് എന്നെ നോക്കി, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴി എന്താണെന്ന് തേടി പരിഹാരത്തിന് പോകും. അപ്പോൾ എനിക്കെല്ലാമേ ശിവം എന്ന് ആരാണോ മനസ്സിൽ ആഴമായിട്ട് വിചാരിക്കുന്നത്, അവിടെ അവർക്ക് ശിവനെ വീട്ടിൽ വെച്ച് പൂജ ചെയ്യാം. അങ്ങനെ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അവരെക്കാളും ഭാഗ്യശാലിയായിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കാളും സന്തോഷമായിട്ടിരിക്കുന്ന വേറൊരാളും ഈ ലോകത്തിലുണ്ടാവത്തില്ല. വീട്ടിൽ ശിവൻ്റെ പടത്തെയോ ശിവലിംഗത്തെയോ വെച്ച് തീർച്ചയായിട്ടും പൂജ ചെയ്യാം. പക്ഷേ ആഗമ വിധിപ്രകാരം എന്ന് വരുമ്പോൾ അത് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. ആഗമ വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് പല നിബന്ധനകളുണ്ട്. ശിവലിംഗം ഇത്ര അളവോടെ ഇരിക്കണം എന്നൊക്കെയുണ്ടത്. നൈവേദ്യങ്ങൾ, അഭിഷേകങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആഗമ വിധിപ്രകാരത്തിലേക്ക് വരുമ്പോൾ അതതിൻ്റെ ചിട്ടവട്ടങ്ങളോട് ചെയ്തില്ലെങ്കിൽ അത് മറ്റു പല കാര്യങ്ങൾക്കും ഇടയാകും. അതുകൊണ്ട് അത് ആരും ചെയ്യാൻ നിൽക്കേണ്ട. ആ ശിവം എന്ന തത്വത്തെ മനസ്സിലാക്കുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭയവുമില്ലാതെ നിങ്ങളുടെ വീടുകളിൽ അത് ഭഗവാനെ പൂജിക്കാൻ പറ്റും. ആഗമവിധി പ്രകാരം എന്ന് പറയുമ്പോൾ ചെറിയ ശിവലിംഗത്തെയോ അല്ലെങ്കിൽ ശിവൻ്റെ ഫോട്ടോയോ ഒക്കെ വെച്ച് ദിവസവും നൈവേദ്യം വെച്ച് മനസ്സോടെ ശിവനെ വിചാരിച്ച് സ്തോത്രങ്ങൾ പാടുമ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ നിങ്ങളുടെ കൂടെ വന്ന് ഇരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ ശിവം എന്ന് പറഞ്ഞ തത്വം എന്താണെന്നാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഒരു ഭയവും ഉണ്ടാവില്ല, ഒന്നിനെപ്പറ്റിയും ഭയമുണ്ടാവില്ല. ഭഗവാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നില്ലേ, ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശവമല്ലേ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ശവമാണ്. അപ്പോൾ ഓരോരുത്തരും ആ ജീവനോടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം എന്തുകൊണ്ടാണ്? അവരുടെ കൂടെ എല്ലാം ശിവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് ആ ശിവമില്ലെങ്കിൽ അവർ ശവമാകും. ആ ഒരു വിചാരത്തോടെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ശിവഭക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സകല ജീവരാശികളിൽ നിറഞ്ഞ ആ ശിവഭഗവാനെ വണങ്ങാമോ എന്നുള്ള ഒരു ചോദ്യം അത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്കതങ്ങനെയാണ് പറയാനുള്ളത്. എല്ലായിടങ്ങളിലും ശിവഭഗവാനെ കാണാൻ പറ്റും. അതിൽ നമ്മുടെ പൂജാ റൂമിൽ ഭഗവാനെ വെച്ച് വണങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാമേ നമ്മൾക്ക് നല്ലപടിയായിട്ട് നടക്കും. നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായാൽ ശിവനെ വണങ്ങാനുള്ള ഒരു സന്ദർഭം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആരും പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ആരും പറയുന്നത് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും കൺഫ്യൂസ് ആകണ്ട. ഉൾമനസ്സ് എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. അപ്പോൾ ശിവഭഗവാൻ നിങ്ങൾക്ക് പ്രാധാന്യമായിട്ട് തോന്നിയാൽ വീട്ടിൽ ശിവത്തെ വെച്ച് വഴിപാട് ചെയ്യുക. നിങ്ങൾക്കുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും അതിന് തേടി വരും. ശിവഭഗവാനെ വഴിപെടുന്ന എല്ലാവരും രുദ്രാക്ഷത്തെ അണിയാനും മടി കാണിക്കുകയില്ല. അതുപോലെ ഭസ്മമിടാനും മടി കാണിക്കില്ല. എനിക്കറിഞ്ഞ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.